എല്ലാവർക്കും യൂട്യൂബ് ചാനൽ വാസ്തു ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് ഒരു ചെടീൻ്റെ ഒരു കൊമ്പ് കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ എങ്ങനെ പൊടിപ്പിച്ചെടുക്കണമെന്ന് ഉള്ള ടോപ്പിക്കാണ്. ഇപ്പം പല സീസണാണ്. മഴ കഴിഞ്ഞ് പിന്നെ തണുപ്പ് സീസൺ വന്നു, തണുപ്പ് കഴിഞ്ഞ് ചൂട് സീസൺ വന്നു. അപ്പോൾ ഈ എല്ലാ സീസണിലും നമുക്ക് ഇപ്പോൾ ഒരു കൊമ്പ് കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെങ്ങനെ പൊടിപ്പിച്ചെടുക്കണമെന്നാണ് ഇന്നത്തെ ടോപ്പിക്. ഇപ്പം ഞാനിത് കൊണ്ടുവന്നത് കുരുമുളകിൻ്റെ വള്ളിയാണ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. ഇത് കുരുമുളകിൻ്റെ വള്ളിയായാലും ഏത് വള്ളിയായാലും റോസിൻ്റെ തണ്ടായാലും ഏത് ചെടീൻ്റെ ഇതായാലും തണ്ടായാലും ഇതെങ്ങനെ പൊടിപ്പിച്ചെടുക്കണം. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല ചൂട് സമയമാണ്. രാവിലെ ഒരു ചെറിയൊരു തണുപ്പ് മാത്രമേ ഉള്ളൂ, ബാക്കിയിലെ സമയം ഫുൾ ചൂടാണ്. പിന്നെ ഇത് വേരില്ലാത്ത ഒരു കൊമ്പ് ഇതെങ്ങനെ പൊടിപ്പിച്ചിട്ട് എടുക്കണമെന്നാണ് ഇന്നത്തെ ടോപ്പിക്. ചില കൂട്ടർക്ക് അറിയില്ല. ചില കൂട്ടർ കൊമ്പ് പിന്നെ വാങ്ങിച്ചിട്ട് വരും, അല്ലെങ്കിൽ അവിടെ നിന്ന് പൊട്ടിച്ചിട്ട് കൊണ്ടുവരും. അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ചട്ടീൻ്റെ അകത്ത് ഒരു ഹോള് വെച്ച് ഇട്ട് അതങ്ങ് കുത്തിവെക്കും. എന്നിട്ട് പറയും നന്നായിക്കോ. അങ്ങനെയല്ല ശരിക്കും. അതിനെ വളരെ കെയർ ചെയ്ത് അതിനെ പരിപാലിച്ചിട്ട് വേണം അതിനെ നന്നാക്കാൻ. എന്തുകൊണ്ട് നിങ്ങൾ ഒരു സ്ഥലത്ത് പോയി അതിൻ്റെ കൊമ്പ് നിങ്ങളെ ഇഷ്ടമനുസരിച്ചിട്ട് നിങ്ങൾ പൊട്ടിച്ചിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളാണ് അതിൻ്റെ ഉത്തരവാദി. യു ആർ ദ റെസ്പോൺസിബിൾ അതിനെ പൊടിപ്പിച്ചെടുക്കാൻ. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യരുത്. അപ്പോൾ ഞാനിത് നാട്ടിൽ നിന്ന് വളരെ കെയർ ചെയ്തിട്ട് കൊണ്ടുവന്ന ഒരു കൊമ്പാണിത്. ഈ വള്ളി കുരുമുളക് വള്ളി. അപ്പോൾ ഞാനിപ്പം വേറെ സ്റ്റേറ്റിലാണ്. ഞാൻ സ്റ്റേറ്റിൻ്റെ പേര് പറയുന്നില്ല, ഞാൻ വേറെ സ്റ്റേറ്റിലാണ്. അപ്പോൾ ഈ കുരുമുളക് വള്ളി ഈ വേറെ സ്റ്റേറ്റിൽ ഇതെങ്ങനെ പൊടിച്ച് വരുന്നു എന്നാണ് ഇതിൻ്റെ ടോപ്പിക്ക് ഞാൻ പറയാൻ പോകുന്നത്. ഇത് ആദ്യം നിങ്ങൾ എടുക്കേണ്ടത് ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ബോട്ടിൽ. ഇത് ചിലപ്പോൾ നമുക്ക് വന്ന് ചെറിയ ഓയിലിൻ്റെ ബോട്ടിലാണെന്ന് തോന്നുന്നു. ഞാൻ എടുത്ത ഇത് ഓയിലിൻ്റെ ബോട്ടിൽ. ഈ ഓയിലിൻ്റെ ബോട്ടിലിന് ഒരു കീട് കൊടുക്കും. ബ്ലേഡ് എടുത്തിട്ട് പിന്നെ കത്തി എടുത്തിട്ട് കത്തി ചൂടാക്കിയിട്ട് ഒരു ലൈൻ ഇട്ടതാണ്. കണ്ട, അങ്ങനെ ഈ 4 സൈഡ് ഇങ്ങനെ ഒരു കത്തി ഗ്യാസിൻ്റെ മേലെ ചൂടാക്കിയിട്ട് പൊളിക്കാം. ഇങ്ങനെ വരയെടുത്ത് 3 സൈഡ്. അതിൻ്റെ ശേഷം ന്യൂസ് പേപ്പർ റോളായിട്ട് ചുരുട്ടാം. ഒരു ന്യൂസ് പേപ്പർ, ഒരു സിംഗിൾ ഒരു ഇത്ര ആണെങ്കിൽ ന്യൂസ് പേപ്പർ ഇത്ര വേണ്ട, ഇത്രയും മതി. അത് ചട്ടി എങ്ങനെയായാലും അത് മതി. ഇതിപ്പം വളരെ ചെറിയ സാധനം, അപ്പം ചെറിയ ന്യൂസ് പേപ്പർ മതി. ന്യൂസ് പേപ്പർ റൗണ്ടാക്കിയിട്ട് നടുവിൽ ഹോളായിട്ട് റൗണ്ടാക്കിയിട്ട് ചുരുട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ, ഈ ബോട്ടിലിൻ്റെ ഉള്ളിൽ വെക്കാം. ഈ വെൽക്കത്തിൽ ന്യൂസ് പേപ്പർ ഫില്ല് ചെയ്യാം. അതിൻ്റെ നടുവിൽ ഹോൾ ഉണ്ടായിരിക്കണം ന്യൂസ് പേപ്പർ.
ആ ന്യൂസ് പേപ്പറിൻ്റെ നടുക്കത്തെ ഹോളിൽ ആണ് മണ്ണ് നിറക്കേണ്ടത്. അപ്പം അരിയോളം മണ്ണ് നിറക്കാം, ഇത്രയോളം മണ്ണ് നിറക്കാം. അതിൻ്റെ ശേഷം ഈ കൊമ്പ് വെക്കാം അതിൻ്റെ അകത്ത്. എന്നിട്ട് പിന്നെ മണ്ണ് നിറക്കാം. മെല്ലെ മെല്ലെ ഇച്ചിരി മണ്ണ് നിറച്ചാൽ മതി, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ബെൻഡായി പോകും, അത് മണ്ണിൻ്റെ കൂടെ കലർന്നു പോകും. അതുകൊണ്ട് ഇച്ചിരി മണ്ണ്, ചെറുങ്ങനെ മണ്ണ് നിറച്ചാൽ മതി. ഇതിൻ്റെ വായ അത്രയേ ഉള്ളൂ, ചെറുങ്ങനെ മണ്ണ് നിറച്ചാൽ മതി. ഇതിൻ്റെ ശേഷം ഇത് ശരിക്ക് അടിച്ച് ഫില്ല് ചെയ്യും. എത്ര രണ്ട് മണ്ണ് ഇതിൻ്റെ അകത്ത് ടൈറ്റായിട്ട് കയറാൻ പറ്റുന്നോ അത്ര രണ്ട് അടിച്ചടിച്ച് ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്തിട്ട് ഇതിൻ്റെ അടിയിൽ ചെറിയൊരു 4 തുള വെക്കാം. ഈ സൈഡിൽ വെള്ളം പോകാൻ വേണ്ടിയിട്ട് 4 തുള. ഓക്കെ. അതിന് ശേഷം ഇങ്ങനത്തെ ഒരു പട്ട, ഇതൊരു പട്ടയാണ്, പൊട്ടിക്കുന്ന ഇങ്ങനത്തെ പട്ട അല്ലെങ്കിൽ നമ്മളെ ചരട് കട്ടിയില്ലേ, അല്ലെങ്കിൽ തുണി പീടിയതിൻ്റെ ശേഷം പീടിയിട്ടില്ല തുണി ആയാലും കുഴപ്പമില്ല. അതിൻ്റെ ശേഷം നമ്മൾ ഇങ്ങനത്തെ ഒരു പോളിത്തീൻ, ഇങ്ങനത്തെ ഒരു പോളിത്തീൻ ഇതിൻ്റെ മുകളിൽ, ഈ ചെടീൻ്റെ മുകളിൽ വെക്കണം. ഇത് കാണിച്ചു തരാം. ഇതിൻ്റെ മുകളിൽ നമ്മൾ ഒരു ചെടീൻ്റെ മുകളിൽ ഇങ്ങനെ ഇടുന്ന സമയത്ത് പൊളിത്തീൻ ഈ കൊമ്പിന് തട്ടിയിട്ട് ഡിസ്റ്റർബ് ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഉണങ്ങിയ ഒരു കൊമ്പ് ഞാൻ പ്ലേസ് ചെയ്യുന്നത്. ഇത് വളരെ ദൂരെ പ്ലേസ് ചെയ്യണം, നോക്കിയിട്ട് വേണം പ്ലേസ് ചെയ്യാൻ. അതിന് ഡിസ്റ്റർബ് ആകാൻ പാടില്ല. ഈ നമ്മൾ വെച്ച ചെടീനെക്കാട്ടും മുകളിലായിരിക്കണം ഈ കൊമ്പ്. ഇത് ഉണങ്ങിയ കൊമ്പാണ്, യൂസ്ലെസ് ഇല്ലാത്ത കൊമ്പ്. ഇതിന് ശേഷം ഈ പൊളിത്തീൻ ഇതിൻ്റെ ഉള്ളിൽ വെക്കണം. ഇതിൻ്റെ ഉള്ളിൽ വെച്ചതിന് ശേഷം ഈ പട്ട അല്ലെങ്കിൽ നോർമൽ പട്ട, ഇത് എൻ്റെ കട്ടറിൻ്റെ പട്ടയായിരുന്നു, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ പട്ട നിങ്ങൾക്ക് ഇത് മുന്നോട്ട് വെച്ചിട്ട് ഈ പട്ട ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ചിട്ട് ടൈറ്റ് ചെയ്യാം. കണ്ടോ, ഇതിൽ ആഡ് കിടക്കാൻ പാടില്ല. ഇത് ഇങ്ങനെ ലൂസ് ആക്കിയിട്ട് വെക്കണം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച 2 ആഴ്ച കൂടുന്ന സമയത്ത് മെല്ലണം ഇത് രണ്ടാമത് ഒരു 4-5 ദിവസം കൂടുന്ന സമയത്ത് മെല്ലണം ഇത് രണ്ടാമത് ഇത് അയച്ചിട്ട് ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം തന്നെ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ മതി, ഒരു 4-5 ഡ്രോപ്സ്, ഒരു 4-5 ഈ മണ്ണ് നനയാൻ മാത്രം. എന്നിട്ട് നോക്കാം ഈ പേപ്പർ നനവുണ്ടോ. ഈ പേപ്പർ നനവുണ്ടായിരിക്കണം. ഈ പേപ്പർ നമ്മൾ നോക്കാം നനവുണ്ടോ. ഈ പേപ്പർ നനഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ പറയാം. എന്നതിന് ശേഷം പിന്നീട് രണ്ടാമത് ഇത് കവർ ഇട്ടിട്ട് വെക്കാം.
നമ്മൾ ഈ കവർ ഇട്ടിട്ടില്ലെങ്കിൽ, ഈ സാധനം ഇട്ടിട്ടില്ലെങ്കിൽ, നമ്മൾ ഈ കൊമ്പ് നമ്മൾ വെച്ചു, ഓക്കെ, രാവിലത്തെ തണുപ്പ് ഉണ്ടാവും, പക്ഷേങ്കിൽ ഉച്ചക്കത്തെ ചൂടുണ്ടാവുമല്ലോ വെയിലിൻ്റെ, ഈ ചൂടിൽ ഇതിൻ്റെ മോന്തായം കരിഞ്ഞു പോകും. ഇതിൻ്റെ ഇല വരുന്ന സംഭവം ഉണ്ടല്ലോ, അത് കരിഞ്ഞു പോകും. കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിന് ഇല വരാനില്ല സ്ഥാനം നഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല, ഇല വരാനില്ല സ്ഥലം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഈ കൊമ്പിന് എന്താ ഇല്ല, ഒന്നുമില്ല, ബാക്കി ഒന്നും തലയില്ലാത്ത വ്യക്തിൻ്റെ മാതിരിയായി. അപ്പോൾ ഇത് വളരെ കറക്റ്റായിട്ട് നമ്മൾ കെയർ ചെയ്യാം. ഇതിന് തണുപ്പ് കൊടുക്കണം. ഇതിൻ്റെ ഹെഡിന് ഈ ഇല വരുന്ന സ്ഥാനമുണ്ടല്ലോ, ഈ ഇല വരുന്ന മുള, ഈ ഇല വരുന്ന മുളക്ക് അപ്പം തണുപ്പ് ആവശ്യമാണ്. അതിനാണ് നമ്മൾ ഈ പൊളിത്തീൻ യൂസ് ചെയ്തിട്ട് ഇതിന് കവർ ചെയ്തിട്ട് വെക്കാൻ കാണും. ഇത് പൊളിത്തീൻ നമ്മൾ വെറുതെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് കാര്യമില്ല, ഇങ്ങനെ വെറുതെ ഇട്ട് വെച്ചിട്ടും കാര്യമില്ല. പൊളിത്തീൻ എപ്പോഴും ചട്ടി ഇവിടെ ഫിക്സ് ആയിരിക്കണം. ചട്ടിയിൽ നമ്മളിവിടെ ടൈറ്റായിട്ട് ഫിക്സ് ചെയ്യണം. ഒന്നിക്കലും നാട വെച്ചിട്ട് കെട്ടുക, വരഞ്ഞ് കെട്ടുക, എന്നാലാണ് ഇതിൻ്റെ ഉള്ളിൽ ഇവാപ്പറേറ്റ് ആവുള്ളൂ തണുപ്പ്. ഈ പൊളിത്തീൻ്റെ ഉള്ളിൽ മുകളിൽ ചൂട് വരുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നനവ് വരും, മോയ്സ്ചറാവും. ഇതിൻ്റെ ഉള്ളിൽ മോയ്സ്ചർ ആവുന്ന സമയത്ത് അതിൻ്റെ ഇലേൻ്റെ ഹെഡ് ഉണ്ടാവും, പൊട്ടേനില്ല, അത് നല്ല തണുത്തിട്ടിരിക്കും, അത് കരിഞ്ഞു പോവില്ല ഏത് പ്ലാന്റിൻ്റെ. അപ്പോൾ അങ്ങനെ വെച്ച് ഒരു 2 ആഴ്ച 2.5 3 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ചെറിയ ഇല വന്നായിരിക്കുന്നു. കണ്ട, ഇത് ചെറിയൊരു ഇലയാണ് പൊട്ടിയിട്ട് വന്നിരിക്കുന്നത്. ഇത് സാധാരണ കൊമ്പാണ്. ഞാൻ അത് ഈ പൊളിത്തീനെ അത് തട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വെച്ച കൊമ്പാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും, ശരിക്ക് കാണാൻ പറ്റും ഇതിൻ്റെ മുള വന്നിരിക്കുന്നത്. ഇതും പോരാ, ഇനിയും ഇത് ആയാലും മതിയില്ല. ഇനിയും ഇതിന് വലിയതാകുന്നവരെ, ഉള്ളിൽ വലിയ ഒരു 2 ഇല വരുന്നവരെ ഇത് പൊളിത്തീൻ അങ്ങനെ വെക്കണം, അല്ലെങ്കിൽ ഈ കുഞ്ഞ് കരിഞ്ഞു പോകും. അത് വളരെ കെയർ ചെയ്തിട്ട് വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. അപ്പം ഇത് രണ്ടാമത് ഞാൻ പൊളിത്തീൻ വെച്ച് അധികം താത്തി കുറച്ച് മുകളിൽ പൊക്കിയിട്ട് വെക്കണം. ഇത്ര മുകളിൽ വെക്കണം. എന്നിട്ട് ആഴ്ചയൊക്കെ എടുത്തിട്ട് ഒരു വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം ഒഴിക്കാന്ന് പറഞ്ഞാൽ ഇച്ചിരി വെള്ളം നനച്ച് കൊടുത്താൽ മതി. അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല. അധികം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചീഞ്ഞുവും. എന്തുകൊണ്ടാണ് നമ്മൾ കെട്ടിയിടുന്ന സംഭവം, അതുകൊണ്ട് അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല, ചീഞ്ഞു. ഇത് നമ്മൾ ടൈറ്റായിട്ട് വരിഞ്ഞ് കിട്ടാം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് സീസണിലും നമുക്ക് ഇങ്ങനെ ലൂസാക്കിയിട്ട് വെക്കാം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് സീസണിലും, സമ്മർ സീസൺ ആയിക്കോട്ടെ, വിൻ്റർ സീസൺ ആയിക്കോട്ടെ, മഴ സീസൺ ആയിക്കോട്ടെ, നമുക്ക് ഏത് സീസണിലും ഏത് കൊമ്പ് ഏത് ബ്രാഞ്ചും നമുക്ക് ഇങ്ങനെ പൊടിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ സമാപിക്കുന്നു. ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരെ നമസ്കാരം.